നമസ്കാരം. കഴിഞ്ഞ ദിവസം ആയത്തുള്ള ഖമീനിയുടെ വിയോഗത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ പറഞ്ഞത് ഖമീനിയുടെ വിയോഗം ലോക മുസ്ലിമീങ്ങൾക്ക് തീർത്താൽ തീരാത്ത നഷ്ടമെന്നാണ്. പക്ഷേ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഖമീനിയുടെ വിയോഗം ലോക മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിലെ മിക്ക രാജ്യങ്ങൾക്കും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനടക്കം, എൻ്റെ വീഡിയോ കാണുന്ന ഈ പ്രേക്ഷകരടക്കം നമ്മളൊക്കെ കണക്ക് കൂട്ടിയിരുന്നത് ഖമീനിയുടെ വിയോഗത്തോടുകൂടി ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും മുമ്പിൽ മുട്ടുമടക്കുമെന്നായിരുന്നു. പക്ഷേ ആ കണക്ക് കൂട്ടലുകളെല്ലാം കാറ്റിൽ പറത്തി ഇറാൻ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയരുകയായിരുന്നു. ശക്തമായ രീതിയിലുള്ള ഉയർത്തെഴുന്നേൽപ്പോടുകൂടി ഇറാൻ ഇസ്രായേലിനെയും അമേരിക്കക്കെതിരെയും ഒരു തിരിച്ചടി, ശക്തമായ തിരിച്ചടി, ഒരു ട്രിപ്പിൾ സ്ട്രോങ് തിരിച്ചടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തിരിച്ചടിയിൽ അമേരിക്കക്കും ഒരുപാട് പ്രഹരമേറ്റിട്ടുണ്ട്. ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്കും സാമ്പത്തികമായി പ്രതിസന്ധി ആക്കിയിട്ടുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ അഹങ്കാരമായിരുന്ന ഒരു യുദ്ധത്തിന് വേണ്ടി അവരുടെ സമ്പത്തിൻ്റെ നല്ലൊരു ശതമാനം ചെലവഴിച്ചുകൊണ്ട് അണിയിച്ചൊരുക്കിയ ഒരു പടുകൂറ്റൻ യുദ്ധക്കപ്പൽ എബ്രഹാം ലിങ്കൺ, ഏകദേശം 1892 അടി നീളവും അത്രമേൽ ഭാരവും 90 ആണവോർജ വിമാനങ്ങളെയും 6000-ഓളം സൈനികരെയും വഹിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നതും മണിക്കൂറിൽ 30 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ ഓടുന്നതുമായ ഒരു പടുകൂറ്റൻ യുദ്ധക്കപ്പൽ നിമിഷ നേരം കൊണ്ട് ഇറാൻ തകർത്ത് തരിപ്പണമാക്കിയത് അമേരിക്കയെ സംബന്ധിച്ച് തീർത്താൽ തീരാത്ത നഷ്ടമാണ്. ഇത് അമേരിക്കയെ സാമ്പത്തികമായി പിടിച്ചു കുലുക്കിയ കാര്യം. ഇനി ലോകത്തെ സാമ്പത്തികമായി പിടിച്ചു കുലുക്കിയ മറ്റൊരു കാര്യമുണ്ട്. ഇറാൻ ഹോർമോസ് കടലിടുക്ക് അടച്ചു പൂട്ടി എന്നുള്ളതാണ്. എന്താണ് ഹോർമോസ് കടലിടുക്കിൻ്റെ പ്രത്യേകത? ഈ കടലിടുക്കിലൂടെയാണ് പ്രധാനമായിട്ടും പെട്രോളിയം, ഗ്യാസ് പോലെയുള്ള ഉൽപ്പന്നങ്ങളുടെ കച്ചവടം നടന്നിരുന്നത്. അത് അടച്ചുപൂട്ടിയതോടുകൂടി പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ കച്ചവടം സ്തംഭിച്ചു എന്നുള്ളതാണ്. ഈ ഹോർമോസ് കടലിടുക്ക് അടച്ചുപൂട്ടുക മാത്രമല്ല, അവർ ഒരു വലിയ താക്കീത് കൂടി ലോകത്തിന് നൽകിയിരിക്കുകയാണ്. അവർ പറയുന്നത്, ആരെങ്കിലും തങ്ങളുടെ വിലക്കുകളെ ലംഘിച്ച് ഇതിലൂടെ കടന്നു പോകാൻ ശ്രമിച്ചാൽ തക്കതായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ്. അത്തരത്തിൽ കർക്കശമായ നിലപാടുകളാണ് ഇറാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഹോർമോസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതോടുകൂടി ആഗോളതലത്തിൽ എണ്ണയുടെ, പെട്രോളിയത്തിൻ്റെ, ഗ്യാസ് ഉൽപ്പന്നങ്ങളുടെ വില ഗണ്യമായി വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ്. അത് ലോകത്തെ മൊത്തത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധിയിലാക്കുന്ന കാര്യം കൂടിയാണ്. സത്യത്തിൽ ഇത്രമേൽ പ്രഹരം അമേരിക്കയുടെ മേൽ ഉണ്ടാകുമെന്ന് അമേരിക്ക പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അമേരിക്കയുടെ കണക്ക് കൂട്ടലുകൾ മൊത്തം തെറ്റിയിരിക്കുന്നു. അമേരിക്ക സത്യത്തിൽ വിചാരിച്ചത് ഇത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നമാണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിട്ട് കളിച്ചുകൊണ്ടിരിക്കും, നമ്മൾ ഗാലറിയിൽ നിന്ന് കളി കാണാം എന്നായിരുന്നു അമേരിക്കയുടെ തീരുമാനം. പക്ഷേ ഇറാൻ ചെയ്തത് അമേരിക്കയെ മാത്രമല്ല, ഇസ്രായേലിനെ മാത്രമല്ല, അമേരിക്കയ്ക്ക് സ്വാധീനമുള്ള പശ്ചിമേഷ്യയിലെ മിക്ക രാജ്യങ്ങളും, ഗൾഫ് മേഖലയുടെ എല്ലാ പ്രദേശങ്ങളും, ഒമാൻ ഒഴികെ, ഒമാനെ അവർ വെറുതെ വിട്ടിരിക്കുകയാണ്. കാരണം ഇറാനുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരു രാജ്യം ഒമാൻ ആയതുകൊണ്ട് അവരെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ ഗൾഫ് മേഖലയിലും അവർ ബോംബിട്ട് തകർത്തിരിക്കുകയാണ്. അത്രമേൽ പ്രഹരമാണ്, അത്രമേൽ തിരിച്ചടിയാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും മുകളിൽ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്തിടെ വന്ന മറ്റൊരു വാർത്ത, ഇറാനിലെ പുതിയ നേതാക്കൾ ട്രംപുമായി ടെലിഫോൺ ചർച്ച നടത്തുകയും ആ നേതാക്കളുമായിട്ട് ട്രംപ് ചർച്ചയ്ക്ക് തയ്യാറാണെന്നുമാണ്. പക്ഷേ 2 ദിവസം മുമ്പ് ട്രംപിൻ്റെ വെളിപ്പെടുത്തൽ, താൻ ഒരു രാജ്യവുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറല്ലെന്നും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അധംപതനം കണ്ടേ മടങ്ങൂ എന്നുമായിരുന്നു. പക്ഷേ ആ കർക്കശമായ നിലപാടിൽ ഒരൽപ്പം അയവ് സംഭവിച്ചിരിക്കുന്നു. എന്താണ് അതിന് കാരണം? അതിൻ്റെ കാരണം ഇറാൻ്റെ തിരിച്ചടി അത്രമേൽ അമേരിക്കയെ നൊമ്പരപ്പെടുത്തി എന്നുള്ളതാണ്. അത്തരത്തിൽ തകർന്ന് തരിപ്പണമായ അമേരിക്ക ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പിന് സാധ്യമല്ലാത്ത വിധം പതിച്ചിരിക്കുകയാണ്. എന്തു തന്നെയായാലും യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചവരും കൊലപ്പെടുത്തിയവരും ലോകസമാധാനം നശിപ്പിച്ചവരും ഈ 2 ലോക രാജ്യങ്ങളും ഒരു രമ്യമായ ചർച്ച നടത്തുകയും
നഷ്ടപ്പെട്ട ലോകസമാധാനം തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും വേണമെന്നൊരു അഭ്യർത്ഥന. നഷ്ടപ്പെട്ട ഈ ലോകസമാധാനം വീണ്ടെടുക്കാൻ ഐക്യരാഷ്ട്ര സംഘടന പോലെയുള്ള ലോകത്തിലെ വലിയ സംഘടനകൾ എന്ത് സംഭാവന നൽകുമെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം.